ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജിദാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം, ഡ്രാഗൺ ചിക്കൻ, അങ്ങനെ ചിക്കൻ്റെ പല വിഭവങ്ങളും, ചിക്കൻ തോരൻ, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്, മുഗളായി ചിക്കൻ. വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. മുഗളായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇതാ 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനിൽ ഇത് നല്ല പോലെ മിക്സ് ചെയ്യണം. ചിക്കനും ഈ പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു 20-25 മിനിറ്റ്സ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായി നമുക്ക് മുഗളായി ചിക്കനുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെക്കുക. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നമുക്കിതിൻ്റെ നല്ലൊരു രുചിയേറിയ മസാല റെഡിയാക്കാം. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിൽ 5-6 ഗ്രാമ്പൂ ഉണ്ട്, ഏലക്ക, ജീരകം, കുരുമുളക്, പട്ട എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നല്ല പോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യിലും ഇത് കുക്ക് ചെയ്യാം കേട്ടോ. നെയ്യിലും കുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ എടുത്തത് ഓയിലാണ്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറി ആയതിനു ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് അതിലേക്ക് നമുക്ക് നല്ല ജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ എല്ലാം അളവ് കൂടരുത്. 5 ഗ്രാമ്പൂ ആണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പട്ടയുടെ ചെറിയൊരു പീസ്, കുറച്ച് കുരുമുളക്, അങ്ങനെ. ഇതൊന്ന് മൂത്ത് റെഡിയായി പരിവായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് തന്നെയാണ് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മസാല ഇളക്കിയെടുക്കാം. മസാലയെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ സവാളയും നമ്മൾ ചേർത്ത് കൊടുത്ത
എല്ലാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടണ്ട, കുറച്ച് ഗ്രേവി പാകത്തിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതൊരു 10 മിനിറ്റ് നേരം വേവേണ്ട സമയമാണ്. നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിലായിട്ട് നമുക്ക് ഫ്ലെയിം വയ്ക്കാവുന്നതാണ്. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള, വലുതല്ല കേട്ടോ, ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആക്കാനാണ് ഒരു തക്കാളി വേണ്ടെങ്കിൽ നമ്മൾ തൈരും കൂടി ഇപ്പോൾ ആഡാക്കുന്നുണ്ട്. തൈരിൻ്റെ അളവ് കൂട്ടിയാൽ മതി. പക്ഷെ ഞാൻ ചെറിയൊരു തക്കാളി ചേർക്കുന്നുണ്ട്. അത് കൂടാതെ അധികം പുളിയില്ലാത്ത തൈര് 2-2.5 ടേബിൾ സ്പൂൺ. അതധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പല്ല, 1/2 കപ്പിൻ്റെ അടുത്തുണ്ട് കാഷ്നട്ട്. അതുകൂടി ഇട്ട് കൊടുക്കണം. കാഷ്നട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു തക്കാളി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1/2 കപ്പ് കാഷ്നട്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്നട്ടും നല്ല പുളിയില്ലാത്ത തൈരും ഒരു ടൊമാറ്റോയും ഒക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി വേവായിട്ടുണ്ടാവും. ചിക്കൻ വേവായിട്ടുണ്ട്. ചിക്കൻ വേവായി കഴിഞ്ഞാൽ ഈ ഒരു അരപ്പ് കണ്ടോ അത്രയും ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന മുഗളായി ചിക്കനിലൊക്കെ ആകുമ്പോൾ ഫ്രഷ് ക്രീം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ആഡ് ചെയ്യാം നമുക്ക്. പക്ഷെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. മിക്സിയിലുള്ള എല്ലാ ഗ്രേവി ഒഴിച്ചു. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വേസ്റ്റ് ആക്കണ്ട, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം നോക്കി പാകത്തിന് തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഒന്നുകൂടി തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇനി അത് ഒരു 5 മിനിറ്റ് കൂടി നമുക്കത് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയേ വേണ്ടൂ കേട്ടോ. അതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് മല്ലിയില. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മല്ലിയില നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കട്ട് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ചെറിയൊരു പീസായിട്ട് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് എന്താണ്, നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ, അപ്പം ഇനി എന്താണ് വേണ്ടത്, കസ്തൂരി മേത്തി വേണം. ഇനി നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി എടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കസ്തൂരി മേത്തി കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രേവിയിൽ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് മല്ലിയിലയും 4 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ മാറ്റി വെച്ച കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിനാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു
സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വട്ടം ഒരേപോലെ കറി വയ്ക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒരു ടേസ്റ്റ് വ്യത്യാസത്തിൽ ഉണ്ടാക്കിയാൽ ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് ടേസ്റ്റ് നോക്കാം. കുറച്ച് മല്ലിയില കൂടിയുണ്ട്, അതുകൂടി എൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് പതിവ് പോലെ ടേസ്റ്റ് നോക്കാം. ഞാൻ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത കാരണം നല്ല സ്മെല്ലുണ്ട്. ഭയങ്കര റിച്ചാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി. കാഷ്നട്ടും യോഗട്ടൊക്കെ അരച്ചതുകൊണ്ട് ഞാൻ ഗ്രേവി ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഉപ്പും എരിവും പാകത്തിന്, നല്ല മധുരമില്ല. ഇതിൽ ഫ്രഷ് ക്രീം ചേർക്കുവാണെങ്കിൽ കുറച്ച് മധുരം പോലെ വരും, പക്ഷേ ഇത് പാകമാണ്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. മുഗളായി ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് വേഗം തന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക, വേഗം തന്നെ അതിൻ്റെ മസാല റെഡിയാക്കുക, അതിലിട്ട് ചിക്കൻ വേവിക്കുക, ആ അരപ്പ് ചേർക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും തന്നെ ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുക. അടുത്ത എപ്പിസോഡിൽ ഞാൻ കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.